അപ്പൊ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിന്റെ ഇടയിൽ. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂരിൽ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന ആ പെൺകുട്ടിയും കൂടെ അങ്ങനെ ആള് ആ കൈ കൊണ്ടുപോയിട്ട് എന്റെ വിരല് കൈത്തണ്ട നമ്മള് വിരല് പറയില്ല ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ജാക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഫിറോസ് സജന എന്ന് പറഞ്ഞ യൂണിവേഴ്സിലേക്ക് പുതിയൊരാൾ കൂടി എൻട്രി വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, സൂര്യയാണ്. സൂര്യ സ്വയം നേരിട്ട് വന്നിട്ട് പറയുകയാണ്, ഞാനല്ല ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള ആള് എന്നുള്ളത്. സജന വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, വികാരത്തോടു കൂടി വന്ന് വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ, അത് ഓരോന്നായിട്ട് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെലിവിഷൻ പരിപാടിക്കിടെ ഫ്രഞ്ച് കിസ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും നേരിട്ടിട്ടുള്ള ആ ഒരു കക്ഷി നമുക്ക് നേരിട്ടിട്ട് ഒരു ഓഡിയോ ക്ലിപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. സജന ഫിറോസ് യൂണിവേഴ്സ് അത് കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം. അപ്പോൾ അതിനകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് സജന ഫിറോസ് ദമ്പതികളെ പറ്റി അറിയാത്തവർക്കായിട്ട് പറയാണ്, ഇവർ രണ്ടുപേരും ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള ദമ്പതിമാരാണ്. അപ്പോൾ ഇവർ കുറച്ച് നാൾ മുമ്പ് ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സജന റസൂൽ പൂക്കുട്ടിയോടൊപ്പം നിന്നിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നീലക്കോയിലിൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സജന റസൂൽ പൂക്കുട്ടിയുമായിട്ട് പ്രണയബന്ധത്തിലായിട്ട് 4 വർഷമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സജന ഫിറോസ് ദമ്പതികൾ വേർപിരിയാനുള്ള കാരണം റസൂൽ പൂക്കുട്ടിയാണോ, റസൂൽ പൂക്കുട്ടിയായിരുന്നോ, അത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജനയുടെ അവിഹിതമായിരുന്നു എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട രീതിയിലുള്ള കുറച്ച് വീഡിയോകൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഫിറോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൂട്ടി വായിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സജനയ്ക്ക് അവിഹിതമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഫിറോസ് കർമ്മ എന്ന പേരിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സജന ഇപ്പോൾ ഫിറോസിനെതിരായിട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളുമായി വന്നത്. ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് നമ്മുടെ ഫിറോസിന് അവിഹിതമുണ്ട്, അങ്ങനെ ഒരു 17 വയസ്സാവാത്ത കുട്ടിയെ പോലും ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ പോയിട്ട് ലഹരി ഉപയോഗിച്ച് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ അന്ന് സജന നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അറിയാത്തവരായിട്ട് അത് പോയി കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ സജന ഈ ടെലിവിഷനിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ ജോഡി പ്രോഗ്രാമാണ്, അതായത് താരജോഡിയാണ്, അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇവരെല്ലാവരും കൂടിയിട്ട്, ഈ പ്രോഗ്രാമിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു വീടിനകത്ത് ഒത്തുകൂടുകയും മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് നമ്മുടെ ഫിറോസ് ഫ്രഞ്ച് കിസ് അടിക്കുന്ന ഒരു കാര്യം സജന വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് സജന അവിടെ കിടന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും അറിയാത്തവർക്കായിട്ട് സജന അന്ന് ഫ്രഞ്ച് കിസിൻ്റെ കാര്യം പറഞ്ഞത് മാത്രം ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞാൽ നമ്മളെല്ലാം ചിരിച്ചോണ്ടിരുന്നപ്പോൾ ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുന്നു തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കാം. അപ്പൊ ഞാൻ ഇതെന്താ നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിൽ ഒരു അലമാരി ഇരിപ്പുണ്ട്. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നത് ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മളെ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അതിനോട് പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കണ്ണാടി കൂടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല, അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അത് ആ സമയത്താണ് ഞാൻ കണ്ടിട്ട് കുറച്ചു നേരം ഞാൻ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. എന്താ ഇവരെല്ലാവരും എന്നെ നോക്കുന്നു. ഒരു നിമിഷം ഞാൻ ബ്ലാങ്ക് ആയിട്ട് പെട്ടെന്ന് ചാടിപ്പോയി. ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവിടെ കടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടിച്ച് കുച്ച് കടന്ന് അവര് അതായത് കെട്ടിപ്പിടി ഫ്രണ്ട്സ് അടിച്ചോണ്ടിരിക്കുക. അവര് ഇതിൽ സജന വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അവര് ഫിറോസ് ഖാൻ സിഗരറ്റ് വലിച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നു.
പിന്നെ ഫ്രഞ്ച് അടിക്കുന്നു, പിന്നെ കെട്ടിപ്പിടിച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് കെട്ടിപ്പിടിച്ച് ഫ്രഞ്ച് അടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവർ. അപ്പം ഇതാണ് സജന വെളിപ്പെടുത്തുന്നത്. ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ആള് ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടത്. നമുക്ക് ആ ഒരു ഓഡിയോ കേൾക്കാം. അതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിലില്ല. ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റേ എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളും അല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു ഇത് എനിക്ക് ഒരു കുറവേ എന്റേതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിങ്ങി നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർമ്മിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല. അതിന് എനിക്ക് താല്പര്യം പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡിൽ ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റു രണ്ടുപേരും പേരേക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ രണ്ടുപേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതിനിധീകരിച്ചിട്ട് അവരും ആയിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനയും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളെന്നോട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ കിക്കടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിക്കൂ, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കില്ല ഷെയ്ക്കിന്റെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല് കൈത്തണ്ട നമ്മള് വിരല് പറയില്ല ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസോ നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും. ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല. അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള കാര്യം ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവർ നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം നമ്മൾ പറയും നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മളടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോകും. കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരുടെ അടുത്ത് ദീപ്തി ഹരിണി ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇവര് കണ്ടു മിററിലൂടെ ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവര് കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു. എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹായ് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനങ്ങ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റാ. പിന്നെ ആള് മിണ്ടുന്നില്ല. കോഴി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലെയുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത് ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ? അത് എന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത് ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. കേട്ടല്ലോ. അപ്പൊ ഇതാണ് സംഭവം. അവിടെ ഫ്രഞ്ച് കിസ് അല്ല, കൈത്തണ്ടയിലാണ് കിസ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിറോസ് ഖാൻ ഈ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു കള്ളത്തരമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആള് വന്നത്. അപ്പോൾ ഫ്രഞ്ച് കിസിന്റെ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ബാംഗ്ലൂരിൽ ഇവൻ്റെ കൂടെ കഞ്ചാവ് അടിച്ചിട്ടുള്ള ഒരു സംഭവം സജന പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂരിൽ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവന് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ പെൺകുട്ടി സോറി പറയുകയാണെങ്കിൽ പേര് വെളിപ്പെടുത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ നടി ആരാണെന്നറിയാനുള്ള ഒരു ത്വര സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അനന്തുവിൻ്റെ ഒരു വ്ളോഗിൽ തമ്പനെയിൽ സൂര്യയുടെ ഫോട്ടോ കൂടി വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനെ തുടർന്നിട്ടായിരിക്കണം സൂര്യ എന്നുള്ള ഒരു പേര് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ ഫുള്ള് സൂര്യ എന്നുള്ള പേരുകളാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് അറിയിച്ചുകൊണ്ട് സൂര്യ തന്നെ ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ സീസണിലുണ്ടായിരുന്ന സജന ഫിറോസിന്റെ ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൂന്നാമതൊരു ലേഡി കണ്ടസ്റ്റന്റ് അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആട്ടുതൊല്ലിട്ട് കുറച്ച് ചെന്നായിക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹേറ്റ് ചെയ്ത് നടക്കുന്ന കുറച്ച് പേര് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻസ് ഇടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ ആട്ടിൻതൊല്ലിട്ട ചെന്നായിക്കളോടാണ് പറയുന്നത്, ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ ഫാമിലി ലൈഫിൽ അവരുടെ അവരുടെ ഒരു ജീവിതം ഉണ്ടല്ലോ, അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. സജന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ്. ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കലല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഇട്ട കമൻസ് ഇട്ട ആളുകൾ, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ അല്ല എനിക്ക്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആ വ്യക്തി ഞാനല്ല. അപ്പോൾ ഇതാണ് സജനയുടെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണെന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും ഉഡായിപ്പാണ്. രണ്ടുപേരും ഒരാളെന്ന് ഞാൻ പറയുന്നില്ല, രണ്ടുപേരും ഉഡായിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ അല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പലതും നമ്മൾ പറയുമ്പോൾ അതിന് പിന്നിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് സത്യം ഉള്ളതാണെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചർച്ച ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്നും ഉണ്ടാവില്ലെങ്കിലും പക്ഷേ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലോ അല്ലെങ്കിൽ 2 കൊല്ലം എടുത്തിട്ടായാലും അതിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നത് സത്യമല്ല നുണയാന്നുള്ളത് തെളിയുക തന്നെ ചെയ്യും. അത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂട്യൂബേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഈ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ കള്ളങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു എന്നിട്ട് പറയുക, ഒരു ഇവിടുന്ന് കിട്ടിയതൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടി നമ്മുടെ നിന്നും കുറച്ച് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പക്ഷെ ആ ആഡ് ചെയ്തതുണ്ടല്ലോ, അതായിരിക്കും അവിടെ നിന്ന് കത്തുക. അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കാൻ. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.